നമുക്കിടയിൽ ജീവിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായി സംവദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, അവരെയാണ് പോയ വാരത്തിൽ വീക്കെൻഡ് അറേബ്യ പരിചയപ്പെടുത്തിയത്. ആ റിപ്പോർട്ടിന് മികച്ച പ്രതികരണവും ലഭിച്ചു. ഇതാ മറ്റൊരു മലയാളി കുടുംബം. മക്കളുടെ കേൾവിക്കുറവിനെ അതിജീവിക്കാൻ അവർക്ക് കൂട്ടായി മാറിയ ആ മലയാളി കുടുംബത്തെ പരിചയപ്പെടുക. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ ഈ വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിനും ഇവിടുത്തെ കുട്ടികൾക്കും ചില പ്രത്യേകതകളുണ്ട്. ആദ്യം കുടുംബത്തിന്റെ പ്രത്യേകത പറയാം. ഇതൊരു എമിറാത്തി കുടുംബമാണെങ്കിലും വീട്ടിലുള്ള മിക്കവരും മലയാളികളാണ്. കേരളത്തിൽ പഠിച്ചവരാണ്. ഇവിടുത്തെ ഗൃഹനാഥൻ പരേതനായ അഹമ്മദ് സവാദ് അൽ അമ്രി വിവാഹം കഴിച്ചത് കേരളത്തിനടുത്തെ മാഹിയിൽ നിന്നാണ്. പ്രായപൂർത്തിയാകും വരെ അവരുടെ മക്കൾ പഠിച്ചത് കേരളത്തിലെ അഴിയൂർ ഗവൺമെന്റ് സ്കൂളിലാണ്. ആ കഥ ഗൃഹനാഥ ഹഫ്സ പറയും. 74 നാട്ടില് സുഖമില്ലാണ്ട് പോയതാ ഭർത്താവിന്. അങ്ങനെ അവിടുന്ന് മരിച്ചു. അന്നേരം മോന് 1 വയസ്സും 3 മാസം ആയിട്ടുള്ളൂ. പിന്നെ കുട്ടികൾ അവിടെ തന്നെ പഠിച്ച്. അതിന് ശേഷം ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോന് വന്നേരം നമ്മൾ രണ്ടാമത് 93 ഇങ്ങോട്ടേക്ക് വന്നത്. കേരളത്തിൽ പഠിച്ചു വളർന്ന മറിയവും മുനീറയും സവാദും ഇമറാത്ത് സ്വദേശികളുടെ മക്കളായതിനാൽ അബുദാബിയിൽ മടങ്ങിയെത്തിയപ്പോൾ UAE പൗരന്മാരായി. എന്നാൽ ഇവർ ജീവിത പങ്കാളികളായി സ്വീകരിച്ചതാവട്ടെ മലയാളികളെയാണ്. മകൾ മറിയം അൽ ആമ്രിക്ക് ഭർത്താവായി എത്തിയത് കൊയിലാണ്ടി സ്വദേശിയായ യാക്കൂബ് ബത്തയാണ്. അവരുടെ മക്കളുടെ പ്രത്യേകതയാണ് ഇനി പറയാനുള്ളത്. ഇവരുടെ 5 മക്കളിൽ 4 പേരും ജന്മന ബധിരരായിരുന്നു. രണ്ടാമത്തെ മകൻ ഹസൻ ഒഴികെ ബാക്കി എല്ലാവർക്കും ശബ്ദം അന്യമായിരുന്നു. ആശങ്കകളോടെയാണ് യാക്കൂബ് ബത്തയും ഭാര്യ മറിയവും മൂത്ത മകന് കേൾവിയില്ലെന്ന വാർത്ത അറിഞ്ഞത്. ഹസ്ബൻഡ് ഒരു റേഡിയോ ന്യൂസ് കേട്ടപ്പോൾ വീട്ടിൽ വന്നിട്ട് മൂത്ത മോനെ ജസ്റ്റ് ഒന്ന് ഫോൺ വെച്ച് ടെസ്റ്റ് ചെയ്തൊക്കെയായിരുന്നു. റിംഗ് ടോൺ വെച്ചിട്ട് അപ്പോൾ ടേൺ ചെയ്യുന്നില്ല. ജസ്റ്റ് ന്യൂസ് ഒരു ഡോക്ടർ ഇൻ്റർവ്യൂ കേട്ടിട്ട് ജസ്റ്റ് വെറുതെ ടെസ്റ്റ് ചെയ്തു. നമുക്ക് അതുവരെ നമുക്കറിയില്ലായിരുന്നു. എനിക്കപ്പോൾ 8 മാസം. ഇന്ത്യയിലും ഗൾഫിലും ബധിരമുഖ വിദ്യാലയങ്ങളുണ്ടെങ്കിലും വിവിധ ഭാഷകൾ സംസാരിക്കേണ്ടി വരുന്ന ഈ കുടുംബത്തിന് അവിടെയും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വേറെ ലാംഗ്വേജ് സംസാരിക്കുന്ന കാരണം നമുക്ക് 3-4 ദിവസം കിട്ടിയിരുന്നു. പക്ഷെ അതൊക്കെ പാരൻസിനായിരുന്നു ട്രെയിനായിട്ട് കിട്ടിയത്. അപ്പോൾ അവരിങ്ങനെ കണ്ടിന്യൂസ് തന്നെ പറഞ്ഞത് പാരൻസ് മസ്റ്റ് ഒരു ലാംഗ്വേജ് മാത്രം സംസാരിക്കണം. അങ്ങനെ കുറച്ച് ഡിലേ ആയി. അപ്പോൾ പിന്നെ ഡോക്ടർ തന്നെ നമുക്ക് പറഞ്ഞിങ്ങനെ ഒരു സമ്മർ സ്കൂളുണ്ട്. ചെവി കേൾക്കാത്ത മൂത്ത മകനെ മറ്റു കുട്ടികളെ പോലെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പരിശീലനവും സാങ്കേതിക വിദ്യകളും തേടി ഏറെ അലഞ്ഞു ഈ മാതാപിതാക്കൾ. നമ്മുടെ രാജ്യത്ത് ഇന്നും സ്പീച്ച് തെറാപ്പി വേണ്ടത്ര വളർന്നിട്ടില്ല. ഇന്ത്യയിലെയും ഗൾഫിലെയും സ്പീച്ച് തെറാപ്പിയുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞിട്ടും ഇവർ തിരച്ചിൽ നിർത്തിയില്ല. നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെഫ് എന്ന സ്ഥാപനം ഇവർ കണ്ടെത്തുന്നത്. ഞങ്ങൾ പല ഭാഗത്തും പോയി ഇന്ത്യയിൽ എവിടെയും ട്രീറ്റ്മെൻറ്റ് ശരിയാത്ത കണ്ടപ്പോൾ ഞങ്ങൾ കേട്ടു ഇങ്ങനെ അമേരിക്കയിൽ ഡെഫ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ സംസാരിക്കുന്നത്. ആ സെർച്ചിൽ ഞാൻ ജോൺ ട്രേസി ക്ലിനിക് കാലിഫോർണിയ അവിടുത്തെ ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി വേറെ എവിടെ സ്കൂളുണ്ടെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്ക്, സെൻറ്റ് ലൂയിസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഞങ്ങൾ CID തിരഞ്ഞെടുത്തു. CID വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. CIDയിലെ കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ CIDയിലെത്തി CIDനെ തിരഞ്ഞെടുത്തത്. Hi, good morning. I'm so glad you guys came to school. Are you happy to be here? Yeah, are you excited to start school? UAEയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള പറിച്ചുനടൽ അത്ര എളുപ്പമായിരുന്നില്ല ഈ പിതാവിന്. പ്രമുഖ എയർലൈൻസിലെ ജോലി നഷ്ടപ്പെടുത്തി അമേരിക്കയിൽ നിർമ്മാണ തൊഴിലാളിയാകേണ്ടി വന്നു. What is that?
what time, but You're right. It's a clock. It tells you what time. സാമ്പത്തിക പ്രതിസന്ധി പലപ്പോഴും വില്ലനായി വന്നു. Oh, where do you want to put it? yeah, one. എന്നിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ സ്കോളർഷിപ്പിലും മറ്റ് സഹായത്തിലുമായി ബധിരരായ 4 മക്കളെയും അവർ പഠിപ്പിച്ചു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് കേൾവിക്കുറവ് ഈ കുട്ടികൾക്ക് കുറവേയല്ല. അവരെ ഓരോരുത്തരെയായി നമുക്ക് പരിചയപ്പെടാം. മൂത്ത മകൻ യൂസഫ് ബത്തയെയും ലുക്മാൻ ബത്തയെയും ഞങ്ങൾ കണ്ടത് അവർ അവധിക്ക് അബുദാബിയിൽ ഉമ്മയുടെ അരികിൽ എത്തിയപ്പോഴാണ്. My name is Yusuf and I'm 12 years old and I am in grade 6. The school I'm going right now is Analyst Academy and my hobby is to be around with the families and friends. My name is Lukman. I'm 8 years old, and I have 3 brothers and 1 sister. And my favorite sports is soccer and football. കേൾവിക്ക് പ്രശ്നമില്ലാത്ത മകൻ ഹസൻ അബുദാബിയിൽ തന്നെയാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ഹസന. I am 10 years old. I like UAE because there is beautiful, and I like India also because my families are there, and I like. ഹസനേക്കാൾ ഒരു കാര്യത്തിലും കേൾവിക്കുറവുള്ള മക്കൾ പിന്നിലല്ല. ബധിരതയെ മറികടന്ന് പഠന മികവിന് US പ്രസിഡന്റ് ബരാക് ഒബാമയിൽ നിന്ന് പുരസ്കാരം വാങ്ങുന്ന വിധം ഈ കുട്ടികൾ വളർന്നിരിക്കുന്നു. ബധിരനാണെന്ന ലേബലിൽ എക്കാലവും സ്പെഷ്യൽ സ്കൂളിൽ തളച്ചിടാതെ കുട്ടികളെ മുഖ്യധാരയിൽ പഠിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ഇവിടുത്തെ പരിശീലനത്തിന്റെ മേന്മ. Mr. Bhatt has 5 children are deaf or hard of hearing, and they have all been to CID and they've come through the program. They all started at different times. A few of them were babies, infants when they started with us. They all did come through the Early Childhood Center, and I had the pleasure of working with all of them and seeing them grow and develop from the time where they had very little spoken language to them being very, very successful in learning to listen and talk. And some of his children are now in general education settings, and the 2 children that are still here at CID are well on their way to being successful and being able to return to their country and go to school with their typically hearing peers. ബധിരരായ മുഴുവൻ കുട്ടികൾക്കും ഇതേ പരിശീലനം എത്തിക്കാനുള്ള യജ്ഞത്തിൽ കൂടിയാണ് യാക്കൂബ് ഇന്ന്. ഇന്ത്യയിലെ നെസ്റ്റ്, നിഷ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് ഈ കരിക്കുലം എത്തിച്ചും കുട്ടികളെ അമേരിക്കയിലെ സ്ഥാപനത്തിലേക്ക് നേരിട്ടെത്തിച്ചും യാക്കൂബ് ആ ശ്രമം തുടരുന്നു. 2006 മുതൽ ഞങ്ങൾ CIDയിലുണ്ട്. എൻ്റെ എല്ലാ മക്കളും ഇവിടുന്നാണ് പുറത്തു പോയത്. ഇവിടുന്നാണ് എൻ്റെ യൂസുഫിനും ലുക്മാനും പ്രസിഡൻഷ്യൽ അവാർഡ് കിട്ടിയത്. ഇവിടുത്തെ കോച്ചിങ്ങും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അവരെ ശരിക്കും അവർക്കൊരു മെയിൻ സ്ട്രീമിലെത്താനുള്ള കഴിവുണ്ടായി കൊടുത്തു. അപ്പോൾ ഞങ്ങളെ 2 കുട്ടികൾ ബാക്കിയുള്ളത് തവാബ് ആൻഡ് ഹൈഫ. ഹൈഫ ഗ്രേഡ് 1ലേക്കും തവാബ് പ്രീ കേഡ് സ്കൂളിൽ സീനിയർ പ്രീ കേഡിലും ആണുള്ളത്. അവരും നല്ല ഇത് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ എനിക്ക് വേറെയും ഒരു ഫാമിലീനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിരുന്നു. കേരളത്തിലുള്ള ദുബായിൽ നിന്ന് അനാം എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി. ആ കുട്ടി വളരെ സക്സസ്ഫുള്ളായി ഇപ്പോൾ തിരിച്ച് ദുബായിലെ സ്കൂളിലേക്ക് പോയി. തങ്ങൾക്ക് ആശയവിനിമയത്തിൽ പോരായ്മയുണ്ട് എന്ന് തിരിച്ചറിയുന്നതോടെ ബധിരരായ കുട്ടികൾ ഒന്നുകിൽ ക്ഷിപ്രകോപികളോ അല്ലെങ്കിൽ അന്തർമുഖരോ ആവാറുണ്ട്. അത്തരം അവസ്ഥയിൽ നിന്ന് ക്ഷമയോടെ കുരുന്നുകളെ സാധാരണ ജീവിതത്തിലെത്തിക്കാൻ മാതാപിതാക്കൾ ഏറെ സഹിക്കേണ്ടി വരും, പലതും ത്യജിക്കേണ്ടി വരും. എങ്കിലും ഈ കുട്ടികളെ മിടുക്കരായി തിരിച്ചു കിട്ടുന്ന ഒരു നാളിന് അവരുടെ പുഞ്ചിരിക്ക് മുന്നിൽ അത്തരം നഷ്ടങ്ങൾ ഒന്നുമല്ലെന്ന് ഈ മാതാപിതാക്കൾ പറയുന്നു. ശബ്ദമില്ലാത്ത മൂകലോകത്ത് നിന്ന് മനോഹര ശബ്ദങ്ങളുടെ ലോകത്തേക്ക് എല്ലാ കുട്ടികൾക്കും എത്തിപ്പെടാം, ഈ മിടുക്കരെ പോലെ.